വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ഐ എന്ന സിലബസിലെ ടോപ്പിക്കിലെ സബ് ടോപ്പിക്കുകളായിട്ടുള്ള പ്രസ്ബയോപ്പിയ, കോണ്ടാക്ട് ലെൻസ് ഈ ഒരു ഭാഗത്തു നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: The irreversible loss of the accommodative ability of the eye that occurs due to aging is called. Options: A. Myopia, B. Hypermetropia, C. Cataract, D. Presbyopia. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, പ്രസ്ബയോപ്പിയ. പ്രസ്ബയോപ്പിയ എന്താണ്? ഇറവേഴ്സിബിൾ ലോസ് ഓഫ് ദ അക്കോമഡേറ്റീവ് എബിലിറ്റി ആണ്. നമുക്ക് ഏജിങ്ങിനനുസരിച്ച് നമ്മുടെ അക്കോമഡേറ്റീവ് പവറിൽ ഉണ്ടാകുന്ന ആ ഒരു ഇനബിലിറ്റി ആണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഉണ്ടാകുന്ന നമ്മുടെ നിയർ വിഷനുള്ള പ്രോബ്ലംസ് ആണ് പ്രസ്ബയോപ്പിയയിൽ വരുന്നത്. Next question: causes of presbyopia is options: A. Sclerosis of the nuclear lens, B. Loss of elasticity in the zonules, C. Age-related hyalinization of the ciliary process and ciliary muscles, D. All of these. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതൊക്കെ presbyopia റീസൺസ് തന്നെയാണ്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: കോസസ് ഓഫ് പ്രീമച്വർ presbyopia include all of the following except. Options: A. Excessive close work, B. Primary open angle glaucoma, C. Uncorrected myopia, D. Uncorrected hypermetropia. പ്രിമച്വർ presbyopia എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? സാധാരണ നമ്മളൊരു 40s എത്തുമ്പോഴാണ് presbyopia സ്റ്റാർട്ട് ആവുക. അതിന് മുമ്പേ തന്നെ എന്ത് ചെയ്യും? ചിലർക്കൊരു 35-36 ഒക്കെ ആകുമ്പോഴേക്കും നിയർ വർക്കിൽ ഭയങ്കര പ്രയാസം വരും. സോ അതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് എക്സസീവ് ക്ലോസ് വർക്ക്, അതുപോലെ പ്രൈമറി ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ഉള്ളവരിലും ചേഞ്ച് ഉണ്ടാവാം. പിന്നെ അതുപോലെ അൺകറക്റ്റഡ് ഹൈപ്പർമെട്രോപ്പിയ. ഇത് മൂന്നുമാണ് കറക്റ്റ്. അൺകറക്റ്റഡ് മയോപ്പിയ ആണ് ഇതിൽ റോങ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പ്രിഫറബിളി presbyopia ഷുഡ് ബി. ഓപ്ഷൻസ്: എ. ഫുള്ളി കറക്റ്റഡ്, ബി. അണ്ടർ കറക്റ്റഡ്, സി. ഓവർ കറക്റ്റഡ്, ഡി. നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മളെപ്പോഴും ഒന്ന് അണ്ടർ കറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളിപ്പോൾ 44 ഒക്കെയാണ് ഏജ്, അയാൾ 1.25 അയാൾക്ക് നിയർ വർക്കിന് അയാൾക്ക് ഓക്കെ ആണ്. അതുപോലെ 1.5 ഡയോപ്റ്ററും ഓക്കെ ആണെങ്കിൽ നമ്മൾ അവർക്ക് 1.25 കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അവർ കൂട്ടി കൊടുത്താൽ എന്താ സംഭവിക്കുക? നമ്മൾ ഉള്ള അവരുടെ അക്കോമഡേഷൻ പോലും അവർ യൂസ് ചെയ്യാണ്ടാവും. അപ്പോൾ കുറച്ചുകൂടെ ഏജ് എത്തുമ്പോൾ അവർക്ക് ആ ഒരു ഏജിനനുസരിച്ചുള്ള കറക്ഷൻ പോലും അവർക്ക് മതിയാവാണ്ട് വരും. നമ്മൾ കൂട്ടി കൊടുക്കേണ്ടി വരും പിന്നീട് അങ്ങോട്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒന്ന് അണ്ടർ കറക്റ്റ് ചെയ്യുന്നതാണ് നല്ലത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Options: A. After 40 years, the NPA decrease beyond normal working range leading to presbyopia. B. Comfortable vision at near uses less than or equal to half of the available amplitude of accommodation. C. Near work becomes difficult when the amplitude of accommodation is less than 5 diopter. D. Comfortable vision at near uses greater than or equal to half of the available amplitude of accommodation. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് പരിശോധിക്കാം. ഫസ്റ്റ് ഓപ്ഷൻ എന്താ പറഞ്ഞത്? ആഫ്റ്റർ 40 years ദ NPA ഡിക്രീസ് ബിയോണ്ട് നോർമൽ വർക്കിംഗ് റേഞ്ച് ലീഡിങ് ടു presbyopia. അത് കറക്റ്റ് അല്ലേ? അതായത് 40 years ഒക്കെ ആവും തോറും NPA എന്ന് വെച്ചാൽ നിയർ പോയിന്റ് ഓഫ് അക്കോമഡേഷൻ, നമ്മുടെ നിയർ പോയിന്റ് എന്ത് ചെയ്യും? അത് ദൂരത്തേക്ക് ഡിസ്റ്റൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ആ കണ്ടീഷൻ തന്നെയാണല്ലോ നമ്മൾ presbyopia എന്ന് പറഞ്ഞത്. അപ്പോൾ ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇനി ഓപ്ഷൻ ബി എന്താണ് പറയുന്നത്? കംഫർട്ടബിൾ വിഷൻ അറ്റ് നിയർ യൂസസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ഓഫ് ദ അവൈലബിൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ. നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷനൊക്കെ എങ്ങനെയാണ് കാണാമെന്നൊക്കെ നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നിയർ പോയിന്റിലേക്കും ഫാർ പോയിന്റിലേക്കും കാണാൻ ആവശ്യമായിട്ടുള്ള ഡയോപ്ട്രിക് പവർ ഉണ്ടല്ലോ, ആ ഒരു പവറിൻ്റെ ഡിഫറൻസ് ആയിരുന്നു എന്ത്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നോർമലി എമെട്രോപ്പിക് ആയിട്ടുള്ള ആളുകളിൽ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലും നിയർ പോയിന്റ് എന്ന് പറയുന്നത് ഏജിനനുസരിച്ച് മാറുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ നമ്മൾ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷനൊക്കെ ഓരോരോ ഏജിനും ഒരു 10 years, 40 years, 45 years നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പ്രീവിയസ് ഇയർ ക്ലാസ്സസ് കാണുക, മനസ്സിലാക്കുക. അതിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഞാൻ എങ്ങനെയാണെന്ന് അതിൻ്റെ എളുപ്പത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ നിയർ പോയിൻറ്റ് 7 cm ആ നിയർ പോയിൻറ്റ് നമുക്ക് കറക്റ്റായിട്ട് അറിയണം. അപ്പോൾ 7 cm നമ്മൾ ജസ്റ്റ് 100/7 ചെയ്താൽ മതി. 100/7 ചെയ്യുമ്പോൾ 14 ഡയോപ്റ്ററൊക്കെയാണ് നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ അതാണ് ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ നോർമൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളൊരു 40 yearsലേക്ക് വരുമ്പോൾ 40 yearsലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഒരു 25 cm നിയർ പോയിന്റ് വരും. അപ്പോൾ അവരുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ വരിക 100/25. അപ്പോൾ എത്രയാണ് വരിക?
ഒരു 4 ഡയോപ്റ്റർ. ഒരു 4 to 5 വരെ പോവാം. ഒരു 4 to 5 ഡയോപ്റ്ററൊക്കെയാണ് നോർമലി ഒരു ആൾക്ക് വേണ്ട ഡയോപ്ട്രിക് പവർ എന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ ബി എന്നാണ് നമ്മൾ ഇത്രയും പറഞ്ഞത്. ഇവിടെ എന്താ പറഞ്ഞത്? കംഫർട്ടബിൾ വിഷൻ അറ്റ് നിയർ യൂസസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ഓഫ് ദ അവൈലബിൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ. അപ്പോൾ നോർമലി നമുക്ക് ഒരു 36 to ഒരു 40 years ഒക്കെ ഉള്ള ആളുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 4 to 5 ഡയോപ്റ്റർ ആണ് അവർക്ക് നോർമൽ എന്തുണ്ടാവുക, ഒരു ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഉണ്ടാവുക. അപ്പോൾ അത്രയും ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ പോലും നമ്മൾ നിയർ വിഷന് വേണ്ടിയിട്ട്, നമ്മൾ വായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എത്രയായിരിക്കും? അതിൻ്റെ നേരെ ഹാഫോ അല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 5 ഡയോപ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഒരു 2.5 ഡയോപ്റ്ററൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നിയർ വർക്കിന് വേണ്ടി യൂസ് ചെയ്യുള്ളൂ. ബാക്കി 2.5 ഡയോപ്റ്റർ നമ്മൾ അക്കോമഡേറ്റീവ് റിസർവ് എന്ന് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്യും, റിസർവ് ചെയ്ത് വെക്കും. ഇങ്ങനെയാണ് നോർമലി ഉണ്ടാവുക. ഇങ്ങനെ അക്കോമഡേഷൻ റിസർവ് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളൊരു നോർമലി ഇപ്പോൾ ഒരു 25 സെൻറ്റിമീറ്ററിലാണ് ഒരാൾ ഒപ്റ്റിമൽ റീഡിംഗ് ഡിസ്റ്റൻസ് എങ്കിൽ പോലും അയാൾക്ക് കുറച്ചുകൂടെ ക്ലോസറായിട്ടും കുറച്ചുകൂടെ ഫെർദർ അവേ ആയിട്ടൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അക്കോമഡേറ്റീവ് റിസർവ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ സി, നിയർ വർക്ക് ബിക്കംസ് ഡിഫിക്കൾട്ട് വെൻ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഈസ് ലെസ് ദാൻ 5 ഡയോപ്റ്റർ. ഇതും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. നമ്മളൊരാൾക്ക്, നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു 5 ഡയോപ്റ്റർ എങ്കിലും മിനിമം ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നിയർ വർക്ക് കംഫർട്ടായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, അവർക്ക് ഡിസ്റ്റൻസിലേക്ക് അങ്ങനെ പിടിക്കേണ്ടി വരും. നമ്മൾ നോർമൽ പിടിക്കുന്നതിൽ നിന്നും ദൂരത്തേക്ക് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, വായിക്കാൻ വേണ്ടിയിട്ട് റീഡിങ് ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ 5 ഡയോപ്റ്റർ, അപ്പോൾ ഒരു 40 years ഒക്കെ ആകുമ്പോഴേക്കും ഈ ഒരു 5 ഡയോപ്റ്ററിലേക്കാൾ കുറവ് വരാൻ തുടങ്ങും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് നിയർ വിഷന് പ്രോബ്ലം വരുന്നത്. ഇനി ഓപ്ഷൻ ഡി എന്താണ്? കംഫർട്ടബിൾ വിഷൻ അറ്റ് നിയർ യൂസസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഹാഫ് ഓഫ് ദ അവൈലബിൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ. ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ. കംഫർട്ടബിൾ വിഷൻ അറ്റ് നിയർ യൂസസ് ഗ്രേറ്റർ ദാൻ അല്ല, അവിടെ ലെസ് ദാൻ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓപ്ഷൻ ഡി ആണ്. ഇപ്പോൾ നമ്മൾ ഈ അക്കോമഡേറ്റീവ് റിസർവിൻ്റെ ഒക്കെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾ വർക്കിംഗ് ഡിസ്റ്റൻസ് അറ്റ് 40 സെൻറ്റിമീറ്റർ റിക്വയർസ് 2.5 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ. ഇപ്പോൾ ഒരാളുടെ വർക്കിംഗ് ഡിസ്റ്റൻസ് തന്നു, എന്നിട്ട് അയാൾക്ക് എത്ര ഡയോപ്റ്റർ അക്കോമഡേഷൻ വായിക്കാൻ വേണമെന്ന് ചോദിച്ചാൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അതാണ് അയാൾക്ക് വേണ്ട, വായിക്കാൻ വേണ്ട അക്കോമഡേറ്റീവ് പവർ എന്ന് പറയുന്നത്. ഇപ്പോൾ 40 സെൻറ്റിമീറ്ററിലാണെങ്കിൽ 100/40 ചെയ്യുമ്പോൾ 2.5 ഡയോപ്റ്റർ കിട്ടും. ഇനി ഇവിടെ 40 സെൻറ്റിമീറ്ററിന് പകരം ഒരു 20 സെൻറ്റിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ 100/20 5 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ 20 സെൻറ്റിമീറ്ററിൽ വായിക്കാൻ അയാൾക്ക് ആവശ്യമാണ്. ഈ കാര്യം മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് കേസുകൾ നോക്കാം. ഫസ്റ്റ് കേസ് എന്താ പറഞ്ഞത്? പേഷ്യൻ്റ് എ ഹാസ് 5 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ. എ എന്ന് പറയുന്ന ഒരാൾക്ക് 5 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ ഉണ്ട്. ഇതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ആണ് ഈ 5 ഡയോപ്റ്റർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5 ഡയോപ്റ്റർ അയാൾക്ക് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഉണ്ട്. ഇനി ഹി ക്യാൻ യൂസ് അപ് ടു 2.5 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ കംഫർട്ടബിളി. കാരണം ബാക്കി 2.5 ഡയോപ്റ്റർ എവിടെയാണ് പോകുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരാൾക്ക് 5 ഡയോപ്റ്റർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ആണ് ഉള്ളത് എങ്കിൽ, 5 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ ആണ് നോർമലി അയാൾക്ക് ഉള്ളത് എങ്കിൽ അതിൽ പകുതി, അതിൻ്റെ ഹാഫ്, അതായത് ഏകദേശം ഒരു 2.5 ഡയോപ്റ്റർ എന്ത് ചെയ്യും, അവർ അക്കോമഡേറ്റീവ് റിസർവ് ആയിട്ട് അവിടെ വെക്കും. അപ്പോൾ ബാക്കി അയാൾക്ക് അവൈലബിൾ ആയിട്ട്, അയാൾക്ക് നിയർ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളത് 2.5 ഡയോപ്റ്റർ ആണ്. അപ്പോൾ ഇയാൾക്ക് 5 ഡയോപ്റ്റർ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ അല്ലെങ്കിൽ അക്കോമഡേഷൻ ഉള്ള ഒരാൾക്ക് എന്തുണ്ട്, 2.5 ഡയോപ്റ്റർ നമുക്ക് അക്കോമഡേഷന് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? ദെർഫോർ ഹി ഹാസ് ജസ്റ്റ് എനഫ് അക്കോമഡേറ്റീവ് പവർ ഫോർ റീഡിംഗ് അറ്റ് 40 സെൻറ്റിമീറ്റർ ആൻഡ് നോ റീഡിംഗ് ഗ്ലാസസ് ആർ റിക്വയർഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് സ്വന്തമായിട്ട് അയാൾക്കുള്ള ആ ഒരു അക്കോമഡേറ്റീവ് പവർ വെച്ച് തന്നെ അയാൾക്ക് 2.5 ഡയോപ്റ്റർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ 40 സെൻറ്റിമീറ്ററിൽ അയാൾക്ക് വായിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഒരു പ്രിസ്ക്രിപ്ഷൻ ആഡ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് കേസ്, പേഷ്യൻ്റ് ബി ഹാസ് 3 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ. അതായത് പേഷ്യൻ്റ് ബിക്ക് 3 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ ആണ് ഉള്ളത്, ഓൾറെഡി ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരുടെ അക്കോമഡേറ്റീവ് റിസർവ് ആയിട്ട് അതിൻ്റെ ഹാഫ് പോയാൽ ബാക്കി അയാൾക്ക് എത്രയുള്ളത്? 1.5 ഡയോപ്റ്റർ ആണ് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് അക്കോമഡേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെയാണെങ്കിൽ അയാൾക്കിപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരാൾക്ക് 40 സെൻറ്റിമീറ്ററിൽ, ആർക്കാണെങ്കിലും 40 സെൻറ്റിമീറ്ററിൽ വായിക്കാൻ ആവശ്യമായിട്ടുള്ള ഡയോപ്റ്റർ പവർ എന്ന് പറയുന്നത് 100/40 ആണ്. അപ്പോൾ 2.5 ഡയോപ്റ്റർ ആവശ്യമുണ്ട്. അയാൾക്ക് 3 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ അയാളുണ്ടെങ്കിൽ പോലും അതിൽ അക്കോമഡേറ്റീവ് റിസർവ് പോയി കഴിഞ്ഞാൽ ബാക്കി 1.5 ഡയോപ്റ്റർ അയാൾക്ക് റീഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാൻ കിട്ടുള്ളൂ. പക്ഷേ അയാൾക്ക് എന്ത് വേണം? 40 സെൻറ്റിമീറ്ററിൽ വായിക്കണം എന്നുണ്ടെങ്കിൽ 2.5 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ 1.5
അയാൾക്കുണ്ട്, 2.5ലേക്ക് എത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ അയാൾക്ക് വേണ്ട 1 ഡയോപ്റ്റർ എന്ത് ചെയ്യണം, നമ്മൾ റീഡിംഗ് ഗ്ലാസ് ആയിട്ട് എന്ത് ചെയ്യും, ആഡ് പവർ ആയിട്ട് കൊടുക്കും. ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പലരും എന്താകുന്നുണ്ട്, കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അതായത് വർക്കിംഗ് ഡിസ്റ്റൻസിൽ നമ്മൾ 40 സെൻറ്റിമീറ്ററിൽ 2.5 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ അത് ആഡായിട്ട് അത്രയും ആഡ് നമ്മൾ കൊടുക്കണമെന്നുള്ളത് ചിലർ കൺഫ്യൂഷനായിട്ട് ചിന്തിക്കും. അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ആ 2.5 ഡയോപ്റ്റർ അയാൾക്ക് 40 സെൻറ്റിമീറ്ററിൽ ടോട്ടൽ പവർ അയാൾക്ക് വായിക്കാൻ വേണം. പക്ഷേ അയാൾക്ക് ഓൾറെഡി എന്തുണ്ട്, അയാളുടെ കയ്യിൽ അയാളുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ യൂസ് ചെയ്ത് അയാൾക്ക് കുറച്ച് പവർ ഉണ്ടാവും. ബാക്കിയാണ് അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ആയിട്ട് എന്ത് ചെയ്യുന്നത്, പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് വേറൊരു എക്സാമ്പിൾ വെച്ചിട്ട് കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ ഒരാൾക്ക് വാക്കിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 25 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് വേണ്ട അക്കോമഡേഷൻ എത്രയാണ്? നമ്മൾ പറഞ്ഞു 25 സെൻറ്റിമീറ്ററിൽ എന്ന് പറയുമ്പോൾ 100/25 ചെയ്യുക. അപ്പോൾ നമുക്ക് 4 ഡയോപ്റ്റർ കിട്ടും. അപ്പോൾ ടോട്ടൽ അയാൾക്ക് വേണ്ട അക്കോമഡേഷൻ എന്ന് പറയുന്നത്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ആണ് അത് ഉദ്ദേശിക്കുന്നത്. അത് പറയുന്നത് 4 ഡയോപ്റ്റർ ആണ് 25 സെൻറ്റിമീറ്ററിൽ വായിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പേഷ്യൻ്റ് എൻ്റെ സ്ഥാനത്ത് അയാൾക്ക് 5 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പകുതിയായിട്ടുള്ള 2.5 എന്ത് ചെയ്യും, റിസർവ് ആയി പോകും. ബാക്കി 2.5 ആൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷേ അയാൾക്ക് 4 ഡയോപ്റ്റർ 25 സെൻറ്റിമീറ്ററിൽ വായിക്കണം എന്നുണ്ടെങ്കിൽ 4 ഡയോപ്റ്റർ വേണം. അങ്ങനെയാണെങ്കിൽ ആ 4 ഡയോപ്റ്ററിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 2.5ൻ്റെ കൂടെ ഒരു 1.5 കൂടെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അതാണ് കൺസെപ്റ്റ്. അങ്ങനെയാണെങ്കിൽ പേഷ്യൻ്റ് ബിയുടെ 3 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ ആണ് അയാൾക്ക് ഉള്ളത്. അതിൽ 1.5 റിസർവ് ആയി പോകും. ബാക്കി 1.5 ആണ് അയാൾക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 4 ഡയോപ്റ്ററിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര അഡീഷൻ കൊടുക്കേണ്ടി വരും? 2.5 ഡയോപ്റ്റർ നമ്മൾ അഡീഷനായിട്ട് കൊടുക്കേണ്ടി വരും. മനസ്സിലായോ? ഇനി നിങ്ങൾക്ക് ഞാൻ ഈ കേസ് ഒന്ന് മാറ്റിത്തരാം. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ എന്ത് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. 40 സെൻറ്റിമീറ്ററിൻ്റെ സ്ഥാനത്ത് വാക്കിംഗ് ഡിസ്റ്റൻസ് ആയിട്ട് ഞാനൊരു 20 സെൻറ്റിമീറ്റർ തരാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള അക്കോമഡേഷൻ എത്രയായിരിക്കും എന്ന് നിങ്ങൾ കണ്ടെത്തൂ. അങ്ങനെ ഇനി പേഷ്യൻ്റ് എയുടെ സ്ഥാനത്ത് 5 ഡയോപ്റ്ററിന് പകരം അയാൾക്ക് അവിടെ 8 ഡയോപ്റ്റർ ആണ് അയാളുടെ അക്കോമഡേഷൻ. അതുപോലെ പേഷ്യൻ്റ് ബിയുടെ സ്ഥാനത്ത് 3 ഡയോപ്റ്ററിന് പകരം അവിടെ ഒരു 7 ഡയോപ്റ്റർ ആണ് അയാളുടെ അക്കോമഡേഷൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടിനും വേണ്ട റീഡിംഗ് ക്ലാസ്സുകൾ എത്രയായിരിക്കും എന്നും കൂടെ കമൻറ്റ് ചെയ്യൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ കമൻറ്റ് ബോക്സിൽ ഒരാൾ ഡൗട്ട് ചോദിച്ചതാണ്. വാട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ വിൽ ബി റിക്വയർഡ് ഫോർ എ ഹൈപ്പറോപ്പിക് പേഷ്യൻറ്റ് വിത്ത് +2 ഡയോപ്റ്റർ പ്രിസ്ക്രിപ്ഷൻ ടു റീഡ് അൺഎയ്ഡഡ് അറ്റ് 20 സെൻറ്റിമീറ്റർ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ഒന്നും കൂടുതലായിട്ട് ചിന്തിക്കാനില്ല. ഹൈപ്പറോപ്പിക് പേഷ്യൻ്റ് ആണ്, അയാൾക്ക് +2 ഡയോപ്റ്റർ പ്രിസ്ക്രിപ്ഷൻ ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്? 20 സെൻറ്റിമീറ്ററിലാണ് അയാൾ വായിക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു വാക്കിംഗ് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക, 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിനാവശ്യമായിട്ടുള്ള അക്കോമഡേഷൻ എത്രയാണ് വേണ്ടതെന്നുള്ളത് കിട്ടും. അപ്പോൾ എത്രയാണ് വരിക? 100/20 എന്ന് പറയുന്നത് 5 ഡയോപ്റ്റർ കിട്ടും. അങ്ങനെ ആ ഒരു 5 ഡയോപ്റ്ററും പിന്നെ അത് കൂടാണ്ട് നമ്മുടെ പ്രിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു +2 കൂടെ കൂട്ടി ഒരു +7 അയാൾക്ക് ടോട്ടൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ അയാൾക്ക് എന്തിനാവശ്യമാണ്? ഈ ഒരു റീഡിംഗ് ഡിസ്റ്റൻസിൽ അൺഎയ്ഡഡ് ആയിട്ട് വായിക്കാൻ അയാൾക്ക് ആവശ്യമാണ്. ഇനിയിപ്പോൾ 20 സെൻറ്റിമീറ്ററിന് പകരം അവിടെ 40 സെൻറ്റിമീറ്റർ ആണെങ്കിലോ, 40 സെൻറ്റിമീറ്റർ ആണെങ്കിൽ 100/40 ചെയ്യുമ്പോൾ നമുക്ക് 2.5 ഡയോപ്റ്റർ കിട്ടും. അപ്പോൾ ആ 2.5 ഡയോപ്റ്ററും നമ്മുടെ ഹൈപ്പറോപ്പിക് പേഷ്യൻറ്റിന് ഓൾറെഡി പ്രിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു 2 ഡയോപ്റ്ററും, അങ്ങനെ അയാൾക്ക് എത്ര ആവശ്യം ഉണ്ടാവും? 4.5 ഡയോപ്റ്റർ ടോട്ടലി ആ ഒരു അക്കോമഡേഷൻ അയാൾക്ക് ആവശ്യമാണ്. ഇനി ഹൈപ്പറോപ്പിക് പേഷ്യൻറ്റിന് പകരം ഈ ഒരു കേസിൽ തന്നെ ഒരു -2 ഡയോപ്റ്റർ പ്രിസ്ക്രിപ്ഷനുള്ള ഒരു മയോപിക് പേഷ്യൻ്റ് ആണെങ്കിലോ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം അൺഎയ്ഡഡ് ആയിട്ട് 20 സെൻറ്റിമീറ്ററിൽ വായിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു 100/20 5 ഡയോപ്റ്റർ പവർ ആവശ്യമാണ്. പക്ഷേ -2 ആണ് പ്രിസ്ക്രിപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ 5 - 2 അയാൾക്ക് എത്ര മതി? 3 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ മതിയാകും അൺഎയ്ഡഡ് ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് മുമ്പ് പറഞ്ഞ പ്രോബ്ലംസും ഇതും തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. രണ്ടിലും കൺസെപ്റ്റ് ഒന്നാണ്. പക്ഷേ അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ആഡ് പവർ നമ്മുടെ അക്കോമഡേറ്റീവ് റിസർവ് ഒക്കെ യൂസ് ചെയ്ത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷനൊക്കെ കഴിഞ്ഞ് മൈനസ് ഒക്കെ ചെയ്ത് ബാക്കി വരുന്ന റീഡിംഗ് ആഡാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്, കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ പക്ഷേ റീഡിംഗ് ആഡിൻ്റെ കാര്യമല്ല പറയുന്നത്. ഇവിടെ ടോട്ടൽ അയാൾക്ക് എത്ര മാഗ്നിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ വേണം എന്നിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ രണ്ടായിട്ട് തന്നെ മനസ്സിലാക്കി വെക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ട്രീറ്റ്മെൻറ്റ് ഓഫ് പ്രസ്ബയോപ്പിയ ഈസ് ഓപ്ഷൻസ്: എ റീഡിംഗ് ഗ്ലാസസ്, ബി മൾട്ടിഫോക്കൽ കോണ്ടാക്ട് ലെൻസസ്, സി റിഫ്രാക്റ്റീവ് സർജറീസ് ലൈക്ക് ലാസിക്, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം പ്രസ്ബയോപ്പിയയുടെ ട്രീറ്റ്മെൻ്റ് ആയിട്ട്. നമ്മൾ കൂടുതലും റീഡിംഗ് ഗ്ലാസസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്.
റീഡിംഗ് ഗ്ലാസ്സസ് എന്ന് പറയുമ്പോൾ സ്പെക്ടക്കിൾസിൽ വരുന്നതാണ്. സ്പെക്ടക്കിൾസിൽ നമുക്ക് റീഡിംഗ് ഗ്ലാസ് ആയിട്ട് കൊടുക്കാം, ബൈഫോക്കൽസ് ആയിട്ട് കൊടുക്കാം, പ്രോഗ്രസീവ് ലെൻസസ് ആയിട്ടൊക്കെ കൊടുക്കാം. പിന്നെ കോണ്ടാക്ട് ലെൻസ് നമുക്ക് മൾട്ടിഫോക്കൽസും ഇപ്പോൾ അവൈലബിൾ ആണ്. പിന്നെ റിഫ്രാക്റ്റീവ് സർജറീസിലേക്ക് ലാസിക് ഇതൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദി ഫോളോവിങ് ഫാക്ടേഴ്സ് വിൽ ബി കൺസിഡർഡ് ഫോർ പ്രിസ്ക്രൈബിംഗ് സ്പെക്ടക്കിൾസ് ഫോർ പ്രസ്ബയോപ്സ് എക്സെപ്റ്റ്. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ പ്രസ്ബയോപ്സിന് സ്പെക്ടക്കിൾസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഏജ് കൺസിഡർ ചെയ്യും അല്ലേ? ഏജിനനുസരിച്ച് എന്ത് ചെയ്യും? അവരുടെ അക്കോമഡേറ്റീവ് പവർ മാറും. അപ്പോൾ ഏജ് കൺസിഡർ ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ ഓപ്ഷൻ ബി, വാക്കിംഗ് ഡിസ്റ്റൻസ്. വാക്കിംഗ് ഡിസ്റ്റൻസും നമ്മൾ കൺസിഡർ ചെയ്യും. കാരണം ചിലർക്ക് ക്ലോസ് ആയിട്ടുള്ള വർക്കൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ഏജിനേക്കാൾ കറക്ഷൻ ചിലപ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. അല്ല കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ കാർപ്പൻറ്ററൊക്കെ പോലെയുള്ള പണികളുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അത്രയും അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള പവർ പോലും അവർക്ക് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഓപ്ഷൻ സി എന്താണ്? ജെൻഡറുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ നമ്മൾ കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷൻ ആഡിന്? അതത്ര മാൻഡേറ്ററി അല്ല, നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ ഡി, ഒക്യുപ്പേഷനും നേരത്തെ പറഞ്ഞു ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, ദ നിയർ പോയിന്റ് ലൊക്കേറ്റഡ് ഇൻ പ്രസ്ബയോപിക് പേഷ്യൻസ് ഈസ് ഓപ്ഷൻസ് എ ബിയോണ്ട് 15 സെൻറ്റിമീറ്റർ, ബി ബിയോണ്ട് 25 സെൻറ്റിമീറ്റർ, സി ബിയോണ്ട് 35 സെൻറ്റിമീറ്റർ, ഡി ബിയോണ്ട് 45 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ആൻസർ എന്താണ്? ബിയോണ്ട് 25 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം ഒരു 40s ഒരു 25 സെൻറ്റിമീറ്ററിലാണ് ഇയർലി സ്റ്റേജിലൊക്കെ ഉണ്ടാവുക നിയർ പോയിന്റ്. പിന്നെ അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും? അത് 25 സെൻറ്റിമീറ്ററിൽ അങ്ങോട്ടേക്ക് പോകും, ഡിസ്റ്റൻസിലേക്ക് പോകും. ഒരു 45 ആകുമ്പോഴേക്കും 33 സെൻറ്റിമീറ്ററിലേക്കൊക്കെ എത്തും. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഇൻ പ്രസ്ബയോപിക് പേഷ്യൻസ് ഈസ് ഓപ്ഷൻസ് എ <5 ഡയോപ്റ്റർ, ബി <8 ഡയോപ്റ്റർ, സി <5 ഡയോപ്റ്റർ, ഡി <8 ഡയോപ്റ്റർ. ഇതിൻ്റെ ആൻസർ എന്താണ്? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു നോർമൽ ഒരു 5 ഡയോപ്റ്റർ എങ്കിലും ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റീഡിങ് കറക്റ്റായിട്ട് വായിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ എ <5 ഡയോപ്റ്റർ ആണ്. പ്രസ്ബയോപ്സിൻ്റെ കേസിൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ എത്രയായിരിക്കും? 5 ഡയോപ്റ്ററിലും കുറവായിരിക്കും. പ്രസ്ബയോപ്പിയ എന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള ഏകദേശം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് സിലബസിലെ ടോപ്പിക്ക് വരുന്നത് കോണ്ടാക്ട് ലെൻസസ് ആണ്. അപ്പോൾ നമുക്ക് കോണ്ടാക്ട് ലെൻസ് എന്നുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. റിജിഡ് നോൺ ഗ്യാസ് പെർമിയബിൾ കോണ്ടാക്ട് ലെൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഓപ്ഷൻസ് എ PMMA, ബി ഹേമ, സി CAB, ഡി സിലിക്കോൺ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ PMMA ആണ് ആൻസർ. റിജിഡ് നോൺ ഗ്യാസ് പെർമിയബിൾ കോണ്ടാക്ട് ലെൻസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് PMMA. PMMAയുടെ ഫുൾ ഫോം എന്താണ്? പോളി മീഥൈൽ മെഥാ അക്രൈലേറ്റ്. ഇനി ഓപ്ഷൻ ബിയിൽ പറഞ്ഞ ഹേമ HEMA, ഹേമൻ്റെ ഫുൾ ഫോം എന്താണ്? ഹൈഡ്രോക്സി ഈഥൈൽ മെഥാ അക്രൈലേറ്റ്. സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഹെക്സാ ഈഥൈൽ മെഥാ അക്രൈലേറ്റ്. ഇനി CAB എന്താണ്? സെല്ലുലോസ് അസറ്റേറ്റ് ബ്യൂട്രേറ്റ്. നമ്മുടെ RGP കോണ്ടാക്ട് ലെൻസസ് റിജിഡ് ഗ്യാസ് പെർമിബിൾ കോണ്ടാക്ട് ലെൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ് അസറ്റേറ്റ് ബ്യൂട്രേറ്റ്. ഇനി ഓപ്ഷൻ ഡി, സിലിക്കോൺസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സിലിക്കോണും RGPയുടെ മാനുഫാക്ചറിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ എ ഹാർഡ് കോണ്ടാക്ട് ലെൻസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് PMMA, ബി ക്യാബ്, styrene and silicone lenses are used for the manufacturing of RGP. C. Soft contact lenses are also called hydrogel contact lenses. D. For manufacturing of soft contact lenses, hydrophobic materials are used. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഹാർഡ് കോണ്ടാക്ട് ലെൻസ് എന്ന് പറയുന്നതിനെയാണ് റിജിഡ് നോൺ ഗ്യാസ് പെർമിബിൾ കോണ്ടാക്ട് ലെൻസസ്. അത് PMMA യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി സെക്കൻഡ് ഓപ്ഷൻ എന്താണ്? ബി എന്താണ്? ക്യാബ്, സ്റ്റൈറിൻ ആൻഡ് സിലിക്കോൺ ലെൻസസ് ആർ യൂസ്ഡ് ഫോർ ദി മാനുഫാക്ചറിങ് ഓഫ് RGP. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ക്യാബ് എന്ന് വെച്ചാൽ സെല്ലുലോസ് അസറ്റേറ്റ് ബ്യൂട്രേറ്റ്. അതുപോലെ സ്റ്റൈറിനും സിലിക്കോൺ ലെൻസസും ഒക്കെ നമ്മൾ എന്തിനു യൂസ് ചെയ്യുന്നുണ്ട്? RGP ലെൻസസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ സി എന്താണ്? സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസസ് ആർ ഓൾസോ കോൾഡ് ഹൈഡ്രോജൽ കോണ്ടാക്ട് ലെൻസസ്. അതും കറക്റ്റ് ആണ്. സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസിനെ തന്നെയാണ് നമ്മൾ ഹൈഡ്രോജൽ കോണ്ടാക്ട് ലെൻസ് എന്നും പറയുന്നത്. നെക്സ്റ്റ് ഓപ്ഷൻ എന്താണ്? ഫോർ മാനുഫാക്ചറിങ് ഓഫ് സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസസ് ഹൈഡ്രോഫോബിക് മെറ്റീരിയൽസ് ആർ യൂസ്ഡ്. അത് തെറ്റാണ്. സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഹൈഡ്രോഫിലിക് മെറ്റീരിയൽസ് കൊണ്ടാണ്. അതുകൊണ്ടാണ് അതിന് എന്ത് ചെയ്യുന്നത്? ഓക്സിജൻ പെർമിബിലിറ്റി ഒക്കെ ഉള്ളത്. സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസസിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു ഹേമയൊക്കെ യൂസ് ചെയ്തിരുന്നത്. അതൊക്കെ ഹൈഡ്രോഫിലിക് സബ്സ്റ്റൻസസ് ആണ്. ആൻഡ് PMMA ഒക്കെ എന്താണ്? ഹൈഡ്രോഫോബിക് സബ്സ്റ്റൻസസും ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഇൻകറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, all the following are advantages of PMMA except options A. High optical quality, B. Non-toxic, C. Permeable to oxygen, D. Light in weight.
ഇതിൻ്റെ ആൻസർ എന്താണ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓപ്ഷൻ സി ആണ് ആൻസർ. ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. ഓക്സിജൻ എന്താ പെർമിബിൾ അല്ല PMMAയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പെയർ ഓഫ് സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസസ് ഹാസ് hydration of 70%. The lenses are options A. Low hydrated lenses, B. Medium hydrated lenses, C. High hydrated lenses, D. None of these. നമ്മൾ പറഞ്ഞിരുന്നു സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസസിനെ തന്നെയാണ് ഹൈഡ്രോഫിലിക് കോണ്ടാക്ട് ലെൻസസ്, ഹൈഡ്രോജെൽസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിൽ എന്തുണ്ടാവും? വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ ആ വാട്ടർ കണ്ടൻറ്റ് ബേസ് ചെയ്തിട്ട് അതിനെ ലോ വാട്ടർ കണ്ടൻറ്റ് അല്ലെങ്കിൽ ലോ ഹൈഡ്രേറ്റഡ് ലെൻസസ്, മീഡിയം ഹൈഡ്രേറ്റഡ് ലെൻസസ് അല്ലെങ്കിൽ മീഡിയം വാട്ടർ കണ്ടൻറ്റ് ലെൻസസ്, ഹൈ ഹൈഡ്രേറ്റഡ് ലെൻസസ് അല്ലെങ്കിൽ ഹൈ വാട്ടർ കണ്ടൻറ്റ് ലെൻസസ്, ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നമ്മുടെ വാട്ടർ കണ്ടൻറ്റ്, സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസസിൻ്റെ വാട്ടർ കണ്ടൻറ്റ് പറഞ്ഞിരിക്കുന്നത് 70% ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് ഏത് കാറ്റഗറിയിലാണ് വരിക എന്നാണ്. അതിന് ഈ ഓരോ കാറ്റഗറിയിലും എത്ര പെർസെൻറ്റേജ് ആണ് വാട്ടർ കണ്ടൻറ്റ് വരുന്നതെന്ന് അറിയണം. ഇപ്പോൾ ലോ ഹൈഡ്രേറ്റഡ് ലെൻസസ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരു 0 to 40% വരെയാണ് അതിൽ എന്തുണ്ടാവുക? വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവുക. മീഡിയം വാട്ടർ കണ്ടൻറ്റ് ലെൻസസ് ആണെന്നുണ്ടെങ്കിൽ 40% to 55%. ഒരു എബോവ് 55% ഉള്ളതിനൊക്കെ നമ്മൾ ഹൈ വാട്ടർ കണ്ടൻറ്റ് ലെൻസസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ 70% ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ഹൈ ഹൈഡ്രേറ്റഡ് ലെൻസസിലാണ് ഈ ഒരു പെയർ ഓഫ് സോഫ്റ്റ് കോണ്ടാക്ട് ലെൻസസ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. DK വാല്യൂ ഓഫ് കോണ്ടാക്ട് ലെൻസസ് റെഫേഴ്സ് ടു ഓപ്ഷൻസ് എ. ലൈറ്റ് ട്രാൻസ്മിഷൻ, ബി. ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിംഗ്, സി. ഗ്യാഷ്യസ് ട്രാൻസ്മിഷൻ ത്രൂ പോളിമെറിക് മെറ്റീരിയൽ, ഡി. ഹീറ്റ് റെസിസ്റ്റൻസ്. ഇത് നമ്മുടെ DMEയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് ആൻസർ. DK എന്ന് പറയുന്നത് ഗ്യാഷ്യസ് ട്രാൻസ്മിഷൻ ത്രൂ പോളിമെറിക് മെറ്റീരിയൽ ആണ്. ഇതിന് DK വാല്യൂവിനെ നമ്മൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അതിന് നമുക്ക് ഓക്സിജൻ പെർമിബിലിറ്റി എന്ന് പറയാം. DKയിലെ D ഡിഫ്യൂഷൻ കോഎഫിഷ്യൻറ്റും K സോലബിലിറ്റി കോഎഫിഷ്യൻറ്റും ആണെന്നൊക്കെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. DK/L value of contact lens refers to options A. oxygen permeability, B. oxygen transmissibility, C. light transmission, D. heat resistance. DK വാല്യൂ പോലെ നമ്മുടെ കോണ്ടാക്ട് ലെൻസ് മെറ്റീരിയൽസിൻ്റെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് DK/L. DK നമ്മൾ പറഞ്ഞു ഓക്സിജൻ പെർമിബിലിറ്റി ആണെന്ന്. അങ്ങനെയാണെങ്കിൽ DK/L എന്ന് പറയുന്നത് ഓക്സിജൻ ട്രാൻസ്മിസിബിലിറ്റി ആണ്. രണ്ടും തമ്മിൽ മാറരുത്. DK അല്ലെങ്കിൽ ഓക്സിജൻ പെർമിബിലിറ്റിയുടെ ഡെഫിനിഷൻ നമ്മൾ എന്താ പറഞ്ഞത്? It is the property of the polymeric material to transmit gaseous substances. ഇനി DK/L അല്ലെങ്കിൽ ഓക്സിജൻ ട്രാൻസ്മിസിബിലിറ്റി, ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു ദി ഓക്സിജൻ പെർമിബിലിറ്റി ഫോർ എ കോണ്ടാക്ട് ലെൻസ് ഓഫ് ഗിവൻ തിക്നെസ്. ഗിവൻ തിക്നെസ്സിലുള്ള ആ ഒരു ഓക്സിജൻ പെർമിബിലിറ്റിനെയാണ് ഓക്സിജൻ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത്. അതിൽ DK എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഓക്സിജൻ പെർമിബിലിറ്റി ആണ്. L എന്ന് പറയുന്നത് തിക്നെസ് ഓഫ് ദ ലെൻസ് ആണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് RGP മെറ്റീരിയൽ ഹാസ് ഹയസ്റ്റ് DK വാല്യൂ? ഓപ്ഷൻസ് എ. ക്യാബ്, ബി. PMMA, സി. സിലിക്കോൺ അക്രൈലേറ്റ്, ഡി. ഫ്ലൂറോ പോളിമർ. ഇതിൻ്റെ ആൻസർ എന്താണ്? നമുക്കറിയാം CAB RGP മെറ്റീരിയൽ ആണ്. ഓപ്ഷൻ ബി PMMA എന്തല്ല? RGP മെറ്റീരിയൽ അല്ല. മാത്രമല്ല അതിന് DK വാല്യൂ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 0 ആണ് PMMAയുടെ. കാരണം അത് ഇംപെർമിബിൾ ടു ഓക്സിജൻ ആണ്. ഇനി സിലിക്കോൺ അക്രൈലേറ്റും ഫ്ലൂറോ പോളിമറും ഇത് രണ്ടും നമ്മൾ RGP ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും DK വാല്യൂ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് നോട്ട് ചെയ്യാം. ഇതിൽ സിലിക്കോൺ അക്രൈലേറ്റിൻ്റെത് ഒരു 15 to 55 വരെയാണ്. ആൻഡ് ഫ്ലൂറോ പോളിമേഴ്സിൻ്റെത് ഒരു 150ൻ്റെ എബോവ് വരുന്നുണ്ട്. ഹൈ DK വാല്യൂ ഉള്ളതാണ് ഫ്ലൂറോ പോളിമർ. അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ഫ്ലൂറോ പോളിമർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All the following are indications of contact lenses over spectacles except options A. irregular corneal astigmatism, B. cosmetical acceptance, C. corneal dystrophies, D. exposure keratitis. ഇതിൽ ഇറഗുലർ കോർണൽ അസ്റ്റിഗ്മാറ്റിസത്തിൽ എങ്ങനെയാണ്? സ്പെക്ടക്കിൾസിനേക്കാൾ ഏറ്റവും യൂസ് ചെയ്യുന്നത് കോണ്ടാക്ട് ലെൻസ് ആണ്. RGP, ടോറിക് RGP ഒക്കെ വളരെ യൂസ്ഫുൾ ആണ് ഇറഗുലർ കോർണൽ അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ കേസിൽ. ആൻഡ് കോസ്മെറ്റിക്കൽ ആക്സെപ്റ്റൻസ് നോക്കിയാലും സ്പെക്ടക്കിൾസിനേക്കാൾ കോണ്ടാക്ട് ലെൻസ് ആണ് കൂടുതൽ യൂസ് ചെയ്യുക. ആൻഡ് ഓപ്ഷൻ സി കോർണൽ ഡിസ്ട്രോഫീസ്. കോർണൽ ഡിസ്ട്രോഫീസിൽ എന്താണ്? നമുക്ക് കോണ്ടാക്ട് ലെൻസ് അങ്ങനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് കോർണിയക്ക് ഓൾറെഡി ഡാമേജ് ആയി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കോർണിയയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ കോണ്ടാക്ട് ലെൻസ് ഫിറ്റ് ചെയ്യുക. സോ നമുക്ക് കോർണൽ ഡിസ്ട്രോഫീസിൻ്റെ കേസിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഡി എക്സ്പോഷർ കെരാറ്റൈറ്റിസ്, അതിൽ നമുക്ക് യൂസ് ചെയ്യാം. അതായത് എക്സ്പോഷർ കെരാറ്റൈറ്റിസിൻ്റെ കണ്ടീഷനിൽ നമ്മൾ കോണ്ടാക്ട് ലെൻസ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എയറുമായിട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കാം. അപ്പോൾ അങ്ങനെ നമുക്കിതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
കോർണിയൽ ഡിസ്ട്രോഫീസ് പോലെ ഉള്ള വേറെ കേസുകളിൽ നമ്മൾ കോൺടാക്ട് ലെൻസ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഇൻഡിക്കേറ്റ് ചെയ്യാത്ത കേസുകളാണ് ക്രോണിക് ബ്ലിഫറൈറ്റിസ്, ക്രോണിക് ഡാക്രോസിസ്റ്റൈറ്റിസ്, അതുപോലെ ക്രോണിക് കൺജക്റ്റിവൈറ്റിസ്, പിന്നെ റിക്കറൻ്റ് ആയിട്ടുള്ള ഡിസീസസ് ലൈക്ക് എപ്പിസ്ക്ലിയറൈറ്റിസ്, അതുപോലെ സ്ക്ലിയറൈറ്റിസ്, ഐറിഡോസ് സ്ക്ലിയറൈറ്റിസ്, അതുപോലെ ഡ്രൈ ഐ കണ്ടീഷൻസ് ഒക്കെ ഉള്ളവരിലൊന്നും നമുക്ക് കോൺടാക്ട് ലെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ കൂടെ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾ ദ ഫോളോവിങ് ആർ അഡ്വാൻറ്റേജസ് ഓഫ് RGP ഓവർ സോഫ്റ്റ് കോൺടാക്ട് ലെൻസസ് എക്സെപ്റ്റ് ഓപ്ഷൻസ് എ ബെറ്റർ ക്വാളിറ്റി ഓഫ് വിഷൻ, ബി കമ്പാരറ്റീവ്ലി മോർ ഡ്യൂറബിൾ, സി ഈസി ടു അഡാപ്റ്റ്, ഡി ഡിപ്പോസിറ്റ് റെസിസ്റ്റൻറ്റ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ കറക്റ്റ് ആണ്. നമ്മൾ സോഫ്റ്റ് ലെൻസസിനെ കമ്പയർ ചെയ്യുമ്പോൾ RGPക്കാണ് കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റി ഓഫ് വിഷൻ, അതുപോലെ കമ്പാരിറ്റീവ്ലി മോർ ഡ്യൂറബിൾ ആണ്. പക്ഷേ ഓപ്ഷൻ സി എന്താണ്, കറക്റ്റ് ആണോ? ഈസി ടു അഡാപ്റ്റ് എന്നുള്ളത്. നമുക്ക് സോഫ്റ്റ് കോൺടാക്ട് ലെൻസസ് ആണ് കുറച്ചുകൂടെ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുക. RGP പൊതുവേ സോഫ്റ്റിനേക്കാൾ കുറച്ചുകൂടെ റിജിഡ് ആയതുകൊണ്ട് നമുക്ക് അഡാപ്റ്റേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ്. ആൻഡ് ഓപ്ഷൻ ഡി ഡിപ്പോസിറ്റ് റെസിസ്റ്റൻ്റ് ആണ്, അതും കറക്റ്റ് ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. നമ്മുടെ തിയറി ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഒപ്റ്റിക്സ് ആൻഡ് റിഫ്രാക്ഷൻ എന്ന ടെക്സ്റ്റിലെ AK ഖുറാനയുടെ ടെക്സ്റ്റ് തന്നെയാണ്. അതിലെ ഒരു സോഫ്റ്റ് കോൺടാക്ട് ലെൻസസിൻ്റെയും റിജിഡ് കോൺടാക്ട് ലെൻസസിൻ്റെയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ടേബിളാണ്. ഇതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് പറയുന്നത് നമ്മുടെ RGPയുടെ അഡ്വാൻറ്റേജസും അതുപോലെ സോഫ്റ്റിൻ്റെ ഡിസഡ്വാൻറ്റേജും ആണ്. ക്വാളിറ്റി ഓഫ് വിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഏതിലാണ്? RGPയിലാണ്. എന്നാൽ സോഫ്റ്റിൽ എങ്ങനെയാണ്? RGPയെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വിഷൻ വേരിയബിൾ ആണ്, കാരണം അതിൽ ഡീഹൈഡ്രേഷനും ലെൻസ് സ്പോയിലേജിനും ഡിപ്പോസിറ്റ്സിനും ഒക്കെ ചാൻസ് ഉള്ളതുകൊണ്ട്. ഇനി സെക്കൻഡ് ഡ്യൂറബിലിറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിലും RGPക്കാണ് കുറച്ചുകൂടെ മോർ ഡ്യൂറബിൾ ആയിട്ടുള്ളത്. ഇനി കറക്ഷൻ ഓഫ് അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ കേസ് എടുക്കുമ്പോഴോ RGPയിൽ എന്താ പറയുന്നത്? സ്ഫെറിക്കൽ റിജിഡ് ലെൻസസ് ക്യാൻ കറക്റ്റ് മോഡറേറ്റ് എമൗണ്ട് ഓഫ് അസ്റ്റിഗ്മാറ്റിസം ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ്ഡ് എമൗണ്ട് ഓഫ് ടീയേഴ്സ് അറ്റ് ദി ലെൻസ് കോർണിയ ഇൻ്റർഫേസ്. റിജിഡ് ടോറിക് ലെൻസസ് ആർ ബെസ്റ്റ് ടു കറക്റ്റ് ഹൈ അസ്റ്റിഗ്മാറ്റിസം ആസ് ഇൻ പേഷ്യൻസ് വിത്ത് കെരാറ്റോകോണസ്. ആൻഡ് സോഫ്റ്റ് കോൺടാക്ട് ലെൻസിൽ എന്താ പറയുന്നത്? സ്ഫെറിക്കൽ സോഫ്റ്റ് കോൺടാക്ട് ലെൻസസ് ഓഫൺ ഡു നോട്ട് കറക്റ്റ് അസ്റ്റിഗ്മാറ്റിസം ആസ് ദേ മോൾഡ് ടു കോർണിയ. അതായത് നമ്മൾ സോഫ്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ സ്ഫെറിക്കൽ റിജിഡ് ലെൻസസിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ലെൻസിൻ്റെയും കോർണിയയുടെ ഇടയിൽ ഒരു ടിയർ ഫിലിമിൻ്റെ ഒരു ഇൻ്റർഫേസ് കൂടെ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ അസ്റ്റിഗ്മാറ്റിസത്തിനെ നമുക്ക് കുറച്ചുകൂടെ കുറക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ കോർണിയയിൽ അത് മോൾഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ഫെറിക്കൽ സോഫ്റ്റ് കോൺടാക്ട് ലെൻസസിന് അതിൽ വലിയ ഫംഗ്ഷൻ ഇല്ല. എന്നാൽ ടോറിക് സോഫ്റ്റ് കോൺടാക്ട് ലെൻസസ് ആണെന്നുണ്ടെങ്കിൽ അതും അവൈലബിൾ ആണ് അസ്റ്റിഗ്മാറ്റിസത്തിൻ്റെ കേസിൽ. പക്ഷേ റിജിഡ് ലെൻസസ് ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് എന്താണ് പറയുന്നത്? ഡിപ്പോസിറ്റ് ഫോർമേഷൻ ആണ്. ഡിപ്പോസിറ്റ് ഫോർമേഷനും റിജിഡ് ലെൻസസ് ആണ് കമ്പാരിറ്റീവ്ലി ഡിപ്പോസിറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളത്. ആൻഡ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ചോദിച്ചാലും കമ്പാരിറ്റീവ്ലി ലെസ് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ആണ് RGPയുടെ കേസിൽ. എന്നാൽ RGPയെ കമ്പയർ ചെയ്യുമ്പോൾ സോഫ്റ്റിൽ റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസിനുള്ള ചാൻസും കുറച്ചുകൂടെ കൂടുതലാണ്. ആൻഡ് മോഡിഫിക്കേഷൻസ് നമുക്ക് ക്യാൻ ബി മോഡിഫൈഡ് ഇൻ ഓഫീസ്, എന്നാൽ സോഫ്റ്റ് ആകുമ്പോൾ കനോട്ട് ബി മോഡിഫൈഡ് ഇൻ ഓഫീസ്. ആൻഡ് 7 എന്താണ്? ഡ്രൈ ആൻഡ് ഓഫൺ ടിയർ ഫിലിം ഇറഗുലാരിറ്റീസ് ആർ നോട്ട് കോൺട്രാ ഇൻഡിക്കേഷൻസ്. അതിൻ്റെ കേസിലൊന്നും പ്രശ്നമില്ല, നമുക്ക് യൂസ് ചെയ്യാം. എന്നാൽ സോഫ്റ്റ് ലെൻസസ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ പേഷ്യൻസ് വിത്ത് ടിയർ ഫിലിം അബ്നോർമാലിറ്റീസ്. ആൻഡ് ലാസ്റ്റ് എന്താണ്? കോസ്റ്റ് ആൻഡ് ഹാൻഡ്ലിംഗ്. കോസ്റ്റ് ഈസ് ലെസ് ആൻഡ് ഹാൻഡ്ലിംഗ് ഈസ് ഈസി RGPയുടെ കേസിൽ. എന്നാൽ സോഫ്റ്റ് കോൺടാക്ട് ലെൻസസിൻ്റെ കേസിൽ കമ്പാരിറ്റീവ്ലി മോർ കോസ്റ്റ്ലി ആൻഡ് ഡിഫിക്കൽട്ട് ടു ഹാൻഡിൽ. ഇനി നമുക്ക് RGPയുടെ ഡിസഡ്വാൻറ്റേജും സോഫ്റ്റിൻ്റെ അഡ്വാൻറ്റേജും നോക്കാം. കംഫർട്ട്. മോർ കംഫർട്ട് ഏതാണ്? സോഫ്റ്റ് ആണ്. RGP എന്താ ലെസ് കംഫർട്ടബിൾ ആണ്, അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. ആൻഡ് വിയറിംഗ് പ്രോബ്ലംസ് ഡിസഡ്വാൻറ്റേജ് ആണ് RGPയുടെ. പ്രോബ്ലംസ് അറൈസ് വിത്ത് വിയറിംഗ് ഓൺ ആൻ ഇറഗുലർ ഓർ ഒക്കേഷണൽ ഷെഡ്യൂൾ. ഓവർവിയർ ഓഫ് റിജിഡ് ലെൻസസ് പെർട്ടിക്കുലർലി PMMA ലെൻസസ് ക്യാൻ ലീഡ് ടു എക്സ്ട്രീംലി പെയിൻഫുൾ റിയാക്ഷൻ. എന്നാൽ സോഫ്റ്റിലേക്ക് വരുമ്പോൾ വിയറിംഗ് പ്രോബ്ലംസ് ആർ നോട്ട് മച്ച് നോൺ വിത്ത് സോഫ്റ്റ് ലെൻസസ്, സോ ക്യാൻ ബി വോൺ intermittently such as for occasional social or athletic events. Even overwear reactions tends to be much less severe. ആൻഡ് സ്പെക്ടക്കിൾ ബ്ലർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റിജിഡ് ലെൻസസ് വെക്കുമ്പോൾ സ്പെക്ടക്കിൾ ബ്ലർ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ സ്പെക്ടക്കിൾ ബ്ലർ ഈസ് നോട്ട് നോൺ വിത്ത് സോഫ്റ്റ് കോൺടാക്ട് ലെൻസസ്. ആൻഡ് ലെൻസ് സ്റ്റെബിലിറ്റി RGPയുടെ കേസിൽ ഡിഫിക്കൽട്ടി ഇൻ അച്ചീവിംഗ് ഓൺ ഐ സ്റ്റെബിലിറ്റി സോ ആർ ഡിസ്ലോഞ്ച്ഡ് ആൻഡ് ലോസ്റ്റ് കമ്പാരിറ്റീവ്ലി മോർ ഫ്രീക്വൻ്റ്ലി. ആൻഡ് സോഫ്റ്റ് ലെൻസസ് ആർ ലാർജർ ആൻഡ് അഡർ മോർ ടൈറ്റ്ലി ടു ദി കോർണിയ ആൻഡ് ദിസ് ആർ ഡിസ്ലോഞ്ച്ഡ് മച്ച് ലെസ് ഫ്രീക്വൻ്റ്ലി. അപ്പോൾ ഇതൊക്കെയാണ് രണ്ടിൻ്റെയും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും. അത് കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഈ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3-point touch, apical clearance fit and apical bearing fit. These terms are used in options A. RGP fitting techniques, B. Soft contact lens fittings,
സി ടോറിക് കോണ്ടാക്ട് ലെൻസ് ഫിറ്റിംഗ്സ്, ഡി തെറാപ്യൂട്ടിക് കോണ്ടാക്ട് ലെൻസ്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ DMAയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പോയിന്റ് ടച്ച് യൂസ് ചെയ്യുന്നത് എന്തിലാന്ന് ചോദിച്ചിരുന്നു. അതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ വന്നതുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. 3 പോയിന്റ് ടച്ച്, അപ്പിക്കൽ ക്ലിയറൻസ് ഫിറ്റ് ആൻഡ് അപ്പിക്കൽ ബിയറിംഗ് ഫിറ്റ്, ഇതൊക്കെ നമ്മുടെ ഓപ്ഷൻ എ RGP ഫിറ്റിംഗ് ടെക്നിക്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നതാണ്. അതിൽ 3 പോയിന്റ് ടച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെക്ഷനിൽ കറക്റ്റായിട്ട് അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിവിടെ വീണ്ടും പറയുന്നില്ല. ഇനി അപ്പിക്കൽ ക്ലിയറൻസ് ഫിറ്റ് എന്ന് പറയുന്നത് സ്റ്റീപ്പ് ഫിറ്റിങ്ങിനെയാണ് പറയുന്നത്. ആൻഡ് അപ്പിക്കൽ ബിയറിംഗ് ഫിറ്റ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ഫിറ്റിങ്ങിനെയാണ് പറയുന്നത്. ഈ കാര്യം കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, പിഗ്ഗി പാക്ക് ലെൻസസ് യൂസ്ഡ് ഇൻ. ഓപ്ഷൻസ് എ കോർണൽ ഡിസ്ട്രോഫീസ്, ബി സിംബിളിഫറോൺ, സി കെരാറ്റോകോണസ്, ഡി പ്രസ്ബയോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? പിഗ്ഗി ബാക്ക് ലെൻസസ് നമ്മൾ കെരാറ്റോകോണസിലാണ് യൂസ് ചെയ്യുന്നത്. ഇനി കെരാറ്റോകോണസ് കണ്ടീഷനിൽ യൂസ് ചെയ്യുന്ന RGP ലെൻസസിൽ വരുന്നവയാണ് റോസ്കെ ലെൻസ്, റോസ്കെ 2. പിന്നെ സോഫ്റ്റ് ലെൻസസിൽ വരുന്നവയാണ് സിലിക്കോൺ ഹൈഡ്രോജൽ ടോറിക്സ്, പിന്നെ കസ്റ്റം ടോറിക് സോഫ്റ്റ് ലെൻസസ് വരുന്നുണ്ട്, കെരാ സോഫ്റ്റ് ഒക്കെ, സോഫ്റ്റ് കെ എന്നൊക്കെ പറയും. പിന്നെ ഹൈബ്രിഡ് ലെൻസ് ടൈപ്സ് വരുന്നുണ്ട്. പിന്നെ അവ കൂടാണ്ട് സ്ക്ലിയറൽ RGP ലെൻസസ് ഉണ്ട്. പിന്നെ പിഗ്ഗി ബാക്ക് ലെൻസസ്. ഇവയൊക്കെ നമുക്ക് കെരാറ്റോകോണസ് കണ്ടീഷൻസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോണ്ടാക്ട് ലെൻസുകളാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രസ്ബയോപ്പിയിൽ നിന്നും കോണ്ടാക്ട് ലെൻസിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ കോണ്ടാക്ട് ലെൻസ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വൈഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമുക്ക് നമ്മളെ തേർഡ് ഇയറിൻ്റെ ഒരു മെയിൻ സബ്ജക്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൽ പറയാൻ പറ്റില്ല. PSCയിൽ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ള ആ രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. കോണ്ടാക്ട് ലെൻസിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമാണ് നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് ഇപ്പോൾ കോണ്ടാക്ട് ലെൻസിൻ്റെ ഒക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ സബ് ടോപ്പിക്കായിട്ട് നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. കോണ്ടാക്ട് ലെൻസ് എന്നുള്ള ഒരു ടോപ്പിക്ക് മാത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എന്തൊക്കെ ചോദിക്കാം, എവിടെ നിന്ന് ചോദിക്കാം എന്നൊന്നും ക്ലിയർ ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. ഞാൻ ഇതുവരെ ചോദിച്ച് കണ്ട രീതിയിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് നിങ്ങൾ വായിക്കുക, വേറെയുള്ള മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് നോക്കാം, റെഫർ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക. മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അക്കോമഡേഷൻ്റെയും കൺവേർജൻസിൻ്റെയും ക്വസ്റ്റ്യൻസുമായിട്ട് വരാം. അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അക്കോമഡേഷൻ്റെയും കൺവേർജൻസിൻ്റെയും മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ്സിൽ പറയാം. പിന്നെ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, മുമ്പ് നമ്മൾ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഞാൻ വീണ്ടും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ റെഗുലറായി കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ കറക്റ്റ് ഫോളോ അപ്പ് കിട്ടുള്ളൂ. കുറച്ച് പേര് ഡെയിലി ക്ലാസ്സൊക്കെ ഇടാൻ പറ്റുമോ ചോദിച്ചിരുന്നു. പക്ഷെ അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ജോബൊക്കെ കഴിഞ്ഞ് വന്നിട്ടുള്ള ആ ഒരു ടൈമിലാണ് നമ്മളിതിന് പ്രിപ്പയർ ചെയ്യുന്നതും ഒക്കെ ക്ലാസ് ഇടുന്നതും ഒക്കെ. മാക്സിമം ഞാൻ എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം എനിക്ക് പറ്റുന്ന പോലെ. പക്ഷേ ഡെയിലി ക്ലാസ്സസ് ഇടാൻ എന്തായാലും പോസിബിൾ ആവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടേതായിട്ടുള്ള രീതിയിലുള്ള പഠനം കൂടെ ഒരുമിച്ച് കൊണ്ടുപോവുക. സിലബസിലെ ടോപ്പിക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. മാക്സിമം ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ ഒഫീഷ്യൽ സിലബസ് വന്നാൽ ഞാൻ അറിയിക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.